അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് 4-ാം മാസം തുടങ്ങി. 90 കഴിഞ്ഞ പിന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോവാം. അതിൻ്റെ ആഹ്ലാദത്തിലാണ് ഞാൻ. കുട്ടി വിചാരിക്കണ്ടാവും എൻ്റെ ഈ അമ്മ എന്നെ കൊണ്ട് ചെയ്യണേട്ടേന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ കസിൻ്റെ എൻഗേജ്മെൻ്റാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ്. ഡെലിവറിൻ്റെ ശേഷം ഞാനും ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കണേ. നമ്മളെ സ്വന്തം വലിയച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒരുങ്ങി കിടകാട്ടി പോണ്ടേ. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബേസിക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർഡറൊന്നുമില്ല, ഏതാണോ ബോക്സ് എന്ന് ആദ്യം കിട്ടുന്നത് അത് ആദ്യം കിട്ടും. അങ്ങനെ അവനെ ഒരുക്കണതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ കുളിയും കഴിഞ്ഞ് പാലും കുടിച്ച് നല്ല ഉറക്കത്തിലാണ്. നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നേരത്തെ അവളെ എണീപ്പിച്ചിട്ട് ഒരുക്കി കൊടുക്കുള്ളൂ കേട്ടോ. ഇനി മുടിയുമ്മലാണ് അടുത്ത പണി. എന്താ ഇതിനെ കൊണ്ട് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഹെയർ സ്റ്റൈൽ കിട്ടിയത്. ഒന്നുമില്ല, ഇങ്ങനെ 2 സ്ട്രാൻഡ് എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത്. ഇത് ചേച്ചി മേടിച്ചതാണ് സുഡിയോന്ന്. അങ്ങനെ മുടി കെട്ടി കണ്ണെഴുതി പൊട്ട് തൊട്ട് കമ്മലൊക്കെ ഇട്ട് റെഡി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ അയ്യോ ലിപ്സ്റ്റിക് ഇടാൻ മറന്നില്ലേ. ഏറ്റവും ആദ്യം ലിപ് ലൈനർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ. പിന്നെ ലാസ്റ്റാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ബ്രൈറ്റ് റെഡാണ് ആദ്യം ഇട്ടത്, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2-3 കളർ മിക്സ് ചെയ്തപ്പോൾ ഏതോ കളർ കിട്ടി. ഇതാ നമ്മളെ ബ്രൈഡ് കുട്ടി. അങ്ങനെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഞാൻ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉറങ്ങുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് പാല് കുടിക്കാനൊക്കെ എണീറ്റ് പിന്നെയും കിടന്നുറങ്ങി. നമ്മൾ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെയാണ് ചെക്കൻ്റെ ഫാമിലി. അവരുടെ റിലേറ്റീവ്സൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ നമ്മുടെ മണവാളനെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണവാളനും മണവാട്ടിയും. അവളുടെ ഡ്രസ്സ് അവൾ തന്നെ ഡിസൈൻ ചെയ്തതാട്ടോ. നല്ല ഡ്രസ്സുണ്ടായിരുന്നു, കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടി. പിന്നെ ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മളെ അമ്മായിമാരും അച്ഛമ്മമാരും കസിൻസും എല്ലാവരും ആണ്. പക്ഷേ നമുക്ക് ഇത്ര കസിൻസ് ഒന്നല്ല ഉള്ളത്, കുറേ പേരുണ്ട്. അവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമാകുമായിരുന്നു തോന്നി. പക്ഷേ കുറേ പേരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി പുറത്തോ ഒക്കെയാണ്. ലാസ്റ്റായിട്ട് എൻ്റെ ചേച്ചിൻ്റെ കല്യാണത്തിനാന്ന് തോന്നുന്നു എല്ലാ കസിൻസും ഉണ്ടായിരുന്നത്. അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. ഇനി അവരുടെ ഒരു വക ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഈ കുട്ടിക്ക് ഹഗ് ചെയ്യണോണ്ടോ അവളെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിട്ടോ. പിന്നെ ഇതാണ് ചെക്കൻ്റെ ഫാമിലി. ചെക്കൻ്റെ മാത്രമല്ല അവരുടെ ഫുൾ ഫാമിലി, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫാമിലിയാണ്. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ ഹെയർ സ്റ്റൈല്. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫേസിന് മാച്ച് ചെയ്യണ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളും എടുത്തു. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കുഞ്ഞുമാ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫീഡൊക്കെ ചെയ്തിച്ച് ആൾ പിന്നെ ഉറങ്ങി. ഇന്നാൾ കേട്ടോ കുറേ പേരൊക്കെ കുഞ്ഞാവേനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ വാവേനെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ പോയി. നമ്മളെ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. ഇനി അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം കഴിച്ചിട്ട് കുട്ടീനെ എടുക്കണം. ആദ്യം തന്നെ ഞാൻ ഫ്രൈഡ് റൈസാണ് എടുത്തത്. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ഓർഡർ ചെയ്യുന്ന സാധനം ഫ്രൈഡ് റൈസ് ആയിരിക്കും. അതിൻ്റെ കൂടെ ചിക്കനൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ബാക്കി ടീമൊക്കെ ബാക്കിലിരുന്ന് നല്ല തട്ടുന്നുണ്ട് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. ഒരു പുഴയുടെ വക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.